പാളി പോയിട്ടുള്ള ഒരു ഷൂട്ട് അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടോ? ഇല്ല, പാളിപ്പോയ ഷൂട്ടുകളൊന്നും ഇതുവരില്ല. ഇല്ല. പിന്നെ ചില 1-2 ഷൂട്ടുകളിലൊക്കെ നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടായിട്ട് പിന്നീട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓ, അതിന്റെ ബാലൻസ് തൊട്ട് വീണ്ടും ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇപ്പൊ 2 ആടൊക്കെ ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് തന്നെ കഴിക്കാനുള്ളതേ ഉള്ളൂ ഇവിടെ. ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എൻ്റെ കൂടെ തന്നെ 5-8 കുട്ടികളുണ്ട്. 8 ആളും കൂടി ഒരു ആട് പോരാ ഞങ്ങൾക്ക് കഴിക്കാൻ. പിന്നെ സുഹൃത്തുക്കൾ വന്നാൽ 2 ആട് ഫില്ലായി കംപ്ലീറ്റ് ഒക്കെ. ഞാനിവിടെ നോക്കുമ്പോ എല്ലാവരും ചെറിയ കുട്ടികളടക്കം ഫിറോസ്ക്കാന്ന് വിളിക്കുക. അപ്പൊ എല്ലാവർക്കും ആ ഒരു പേര് ഭയങ്കര സ്നേഹത്തോടെയാണ്. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ അവർക്ക് ഫിറോസ്ക്ക ഭയങ്കര സ്നേഹത്തോടെ, എല്ലാവർക്കും ഒരു സ്നേഹം ഉണ്ട് ഇക്കാനോട്. സോ ആ സ്നേഹം കരുതലൊക്കെ കാണുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യുക. അത് നമുക്കുള്ളൊരു ജീവിതമാണ്. അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാണ്. ആ ഒരു മെന്റാലിറ്റിയുള്ള ആളാണ് ഞാൻ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാം, അപ്പോൾ ഓട്ടോമാറ്റിക് ഇതൊക്കെ വന്നോളും. നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഇതൊന്നും കിട്ടില്ല. നമ്മൾ മറ്റൊരാൾക്ക് നമ്മുടെ ജീവിതം വെച്ച് ഉപയോഗപ്പെടുത്തുമ്പോൾ അവരുടെ കാര്യങ്ങളിൽ, അവരുടെ വീട്ടിലുള്ള ഫംഗ്ഷനുകളിൽ, അവരുടെ വിരുന്നുകളിൽ, ഇതിലൊക്കെ നമ്മൾ പങ്കെടുക്കുക. എല്ലാത്തിനും അവർ കൂടെയാണ്. അപ്പോൾ അവർ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ അതിനും നമ്മൾ അവരുടെ കൂടെ ഉണ്ടാകും. അങ്ങനെ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്നേഹം നമ്മളിലേക്ക് വരും. നമുക്ക് വേണ്ടി ജീവിച്ചത് കിട്ടില്ല 100%. കാരണം നമ്മൾ ശ്രദ്ധിക്കപ്പെടില്ലല്ലോ. ആ സ്നേഹമാണ് നിങ്ങൾ കണ്ടത്. അതെ. ഇപ്പൊ സക്സസ് ഉണ്ടാവുന്നതനുസരിച്ച് ഇപ്പൊ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവും എന്നൊക്കെ പറയും. സോ അതിലെന്തെങ്കിലും ഇപ്പൊ യൂട്യൂബേഴ്സ് ആയാലും ഇപ്പോഴത് പറയാറുണ്ട്. സോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ശരിക്കും? അത് തീർച്ചയായിട്ടും എന്തറിയോ, അതങ്ങനെ ഉണ്ടാവും. കാരണം എന്തറിയോ, വളർച്ചയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും നമ്മൾ അതിനെയൊക്കെ മറികടക്കുക എന്നുള്ളത്, നമ്മൾ അവരെ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അവരെ ശ്രദ്ധിച്ചാൽ നമ്മൾ വളർന്നത് നമ്മൾ പുറകിലോട്ട് പോകും. അതുണ്ടാകും സ്വാഭാവികമായിട്ട് എല്ലാ ആളുകളിലും. നമ്മൾ 5 പേരിലും ഒരുപോലെ ഇല്ലല്ലോ. അതുപോലെ ആളുകളിലും പല ടൈപ്പ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളുണ്ട്. ചിലപ്പോൾ നമ്മളോട് സ്നേഹത്തോടെ സംസാരിക്കുന്ന ആളുകളായിരിക്കും, ചിലപ്പോൾ നമ്മളെ കുറിച്ച് കുറ്റം പറയുന്നത്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവം, എൻ്റെ നാട്ടിലും എനിക്കെതിരായിട്ടുള്ള ചില ആളുകൾ ഉണ്ടാവും. നമ്മൾ അറിയില്ല. പക്ഷെ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അപ്പോഴായിരിക്കും ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാകും. നമ്മളോട് സ്നേഹത്തോടെ ആയിരിക്കും. അങ്ങനെ കുറേ ആളുകളുണ്ട്. അതെല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, എല്ലാവരും വേണം. കുറച്ച് കുറ്റം പറയാൻ ആളുകൾ വേണം, നല്ലത് പറയാൻ ആളുകൾ. അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്കൊരു ഇതുണ്ടാവുള്ളൂ. നമുക്ക് എപ്പോഴും റൈറ്റ് വേ നമ്മൾ സ്വീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറകിലോട്ട് പോകും. നെഗറ്റീവ് ഒക്കെ വരുമ്പോഴാണ് നെഗറ്റീവാണ് നമ്മൾ ബൂസ്റ്റ് ചെയ്യുക. സത്യം. അപ്പൊ നമ്മൾ ഇൻസൾട്ടാണ് നമ്മളെ. അതെ, അതുപോലെ അങ്ങനെ ഇതുണ്ട്. അപ്പൊ ഞാൻ തന്നെ ഉദാഹരണത്തിന് പണ്ട് നമ്മളിപ്പോൾ ഈ കുക്കിംഗ് സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഈ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു പോകുമ്പോൾ, അന്ന് മറ്റേ ചാനലിലേക്ക് വരുമാനമുണ്ട്. ആ വരുമാനം വെച്ച് നമ്മൾ ആട് കോഴിയൊക്കെ വാങ്ങിട്ട് പോകുന്ന സമയത്ത് പല ആളുകളും ഇവിടെ നമ്മളെ നെഗറ്റീവായിട്ട് പറഞ്ഞു, ഇവന് പ്രാന്താണ്, ഇവൻ ഇതിനെയൊക്കെ കൊണ്ടുവരുന്ന കാര്യം, ഇങ്ങനെ ആളുകൾക്ക് കൊടുത്തിരുന്ന കാര്യം എന്നുള്ളതൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാറി ചിന്തിക്കാനുള്ള എനിക്കൊരു ഇതുണ്ട്. നമ്മൾ എവിടെയോ എത്താൻ പോയിട്ട് സാഹചര്യത്തിലേക്ക് പോകണം എന്നുള്ള ലക്ഷ്യമുണ്ട്. അപ്പോൾ അങ്ങനെ വരെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ മാറ്റി നമ്മൾ പറയിപ്പിച്ചു എന്നുള്ള. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിലാണ് നമ്മളിപ്പോൾ ഇത്രയും ഇതൊക്കെ ആയത്. യൂട്യൂബ്, ഫേസ്ബുക്ക്, പിന്നെ ആൾട്ടറിൽ ചെറിയൊരു ബിസിനസ്സുകൾ, പരിപാടികളൊക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത്രയും വലുതായത്. ഈ ഓൾറെഡി ഒരു സാധനം തുടങ്ങുന്ന സമയത്ത് ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അത് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് മനസ്സിലെപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അത്രയും കോൺഫിഡൻ്റിലേ പറയണം, ഞാൻ തുടങ്ങി അത് സക്സസ് ആയിരിക്കും എന്നൊരു കോൺഫിഡൻ്റ് ഉള്ള ആളുകൾക്ക് ഇല്ലാത്തൊരു കാര്യം അതാണ്. നമ്മളൊരു സാധനം തുടങ്ങുന്ന സമയത്തെ അത് ഇപ്പൊ യൂട്യൂബിൽ ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് വരിക, ആളുകൾ ഇത്രയും വ്യൂവോട് കൂടിയിട്ട് വീഡിയോസ് കാണുക എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ഓൾറെഡി തുടങ്ങുന്ന സമയത്ത് മനസ്സിലതുണ്ടായിരുന്നു. അല്ല, നമ്മളെന്തെങ്കിലും ചെയ്യുക എന്നുള്ള, ബാക്കി നമ്മുടെ പ്രവൃത്തികളിലായിരിക്കും. നമ്മളെന്തെങ്കിലും പരിപാടി തുടങ്ങി വെക്കുക, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ആക്ടിറ്റ്യൂഡ്, നമ്മുടെ സത്യസന്ധത, അതിലൊക്കെയാണ് പലതും നടക്കുക. ഇപ്പം ഞങ്ങളൊക്കെ വളരെ സത്യസന്ധ കീപ്പുള്ള ആളുകളാണ്. നമുക്ക് ഈ നുണയോ കാര്യങ്ങളോ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരു നുണ പറയാൻ പറ്റില്ല. അതിന് ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു നുണ പറഞ്ഞാൽ ആ നുണയെ സത്യമാക്കാൻ ഒരുപാട് നുണകൾ പറയേണ്ടി വരും. അതിനേക്കാളും നല്ലത് സത്യം പറയാന്നുള്ളതാണ്. ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ പെട്ടെന്ന് തീരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ വേണ്ട കാര്യങ്ങൾ ചെയ്യാം, നമ്മുടെ പ്രവൃത്തി എന്താണോ അത് ചെയ്യാം, ബാക്കിയുള്ളത് നമ്മുടെ പുറകിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതൊരു ലക്ഷ്യം നമുക്കുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട് നമുക്ക്. അതാണ് സത്യം എല്ലാവർക്കും ഇല്ലാത്തത്. ആ കോൺഫിഡൻസ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് അത് നമ്മുടെ ഉള്ളിൽ ഉള്ള പ്രശ്നങ്ങളും, ചിലപ്പോൾ സത്യസന്ധമുള്ള ആളുകളായിരിക്കും, എങ്കിലും സത്യസന്ധത കീപ്പ് ചെയ്ത് നമ്മുടെ പ്രവൃത്തി കൃത്യമാക്കുക എന്നുള്ളതാണ്. ബാക്കി ഓട്ടോമാറ്റിക്കലി വന്നു. എനിക്ക് ഓൾറെഡി ആ സമയത്ത് തമിഴിലും മലയാളത്തിലും വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? ആ ഒരു ഐഡിയ 2 ലാംഗ്വേജിലും തുടങ്ങാം എന്നതൊരു. എനിക്ക് ആക്ച്വലി തമിഴ്, മലയാളം, അത്യാവശ്യം അറബി, ഹിന്ദി. അറബിയിൽ എന്തെങ്കിലും പറയോ? അറബിയിൽ അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കും. എനിക്ക് അറബിയിൽ പറഞ്ഞാൽ മതി. എനിക്കറിയാവുന്ന പറയാം, അത്യാവശ്യം. ഓക്കെ. ഇപ്പൊ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി സക്സസ്ഫുള്ളി ആയിട്ട് പോവാണ്. അപ്പം ഓഡിയൻസിന് എപ്പോഴെങ്കിലും നേരിട്ട് ഏതെങ്കിലും ഒരു ഫാൻ മൂവ്മെന്റ് കണ്ടിട്ട് ഒരു ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടോ ലൈഫിൽ? ഇഷ്ടം പോലെ. ഞാൻ പറഞ്ഞ അറബി എന്ന് പറയുന്നത് അറബിയിൽ പറയണം. അല്ല, അത് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. അത് അറബിയിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള പോലെ. അറബിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറബിയിൽ സംസാരിക്കുന്ന വാക്കാണ് നമ്മൾ ആദ്യം കണ്ടാൽ കെയ്ഫൽ ഹാൽ. അപ്പോൾ നമ്മൾ സെയിൻ അൽഹംദുലില്ലാ അല്ലെങ്കിൽ
കോയ്സ് അൽഹംദുലില്ലാ എന്നൊക്കെ പറയും. ഇതൊക്കെയാണ് സുഖാണോന്നാണോ? കേഫിൽ ഹാൽ പറഞ്ഞാൽ സുഖമാണോ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അറബികൾ നമ്മളെ കണ്ടാൽ ആദ്യം ചോദിക്കും നമ്മുടെ നാട്ടിൽ എങ്ങനെ സുഖമാണോ എന്ന് ചോദിക്കില്ലേ, അതേ ഒരു ഫീലാണ് അവിടെയും. ആ മറ്റേ എക്സൈറ്റ്മെന്റ് ആയത് ഞങ്ങളൊരു ദിവസം ഞാൻ ഈ ഗോൾഡൻ വിസനെ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഗോൾഡൻ വിസ കിട്ടി ഞാനിങ്ങനെ ഇത് വാങ്ങിക്കാനായിട്ട് ദുബായിലാണ്. അപ്പോൾ ദുബായിൽ ഇങ്ങനെ ഓഫീസിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ലിഫ്റ്റിൽ കയറി. അപ്പോൾ ലിഫ്റ്റിൽ കയറിയപ്പോൾ ഒരു അറബി, അപ്പോൾ അത് അറബി പറയട്ടാ. അങ്ങനെ ലിഫ്റ്റിൽ കയറിയപ്പോൾ അറബി ഇങ്ങനെ കണ്ടു. അറബിയും ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ട് അങ്ങനെ ഫിഷ് ഫിന്ത പറഞ്ഞു എന്ന് പറഞ്ഞാൽ എവിടെയാ കണ്ടു. യെസ്, ആള് പുലിയാണ്. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ ഫിഷ് യൂട്യൂബ് എന്നല്ല പറയാം, യൂട്യൂബ് എന്നൊക്കെ പറയും. അവൻ്റെ ആ നാക്കിൻ്റെ സ്ഫുടതയിലുള്ള ചെറിയത് യൂട്യൂബ് പറഞ്ഞു. അയ്യോ അനഫി ഷൂഫ് പറഞ്ഞു. അതിൽ ഞാനിട്ട് പറഞ്ഞു അനഫി മൗജൂദ് യൂട്യൂബ് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കത് മനസ്സിലായി, ഭയങ്കര സന്തോഷം. ഇപ്പം അറിവുകളൊക്കെ നമ്മൾ അറിയും കേട്ടോ, ഇഷ്ടംപോലെ അറിവുകൾ നമ്മൾ അറിയും. അതുപോലെ നമ്മൾ തായ്ലാൻഡൊക്കെ പോയി ആദ്യം വന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ബാംഗ്ലൂരുകാരനാണ്. ഒരു ബാംഗ്ലൂരുകാരൻ എൻ്റെ പുറകിൽ ഓടിച്ചിട്ട് ഇങ്ങനെ വന്നു. അപ്പം ഞാൻ വന്ന് കുറെ ഹിന്ദിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് വലിയ സംഭവം നിങ്ങൾ യൂട്യൂബിൽ കാണാൻ എല്ലാം ചോദിച്ചു. ഇൻസ്റ്റാഗ്രാമിൽ കാണാം. ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ അപ്പം ഇൻസ്റ്റാഗ്രാമിൽ കാണാനുള്ള ഒരു ഫോട്ടോ എടുത്തത്. ഭയങ്കര സന്തോഷത്തോടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ പോയത്. അവന് 3-4 ഭാഷ പറയും. അറബിയിലും ഫിറോസൊക്കെ പിടിപാടുണ്ട്. അറബി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ മലയാളം പറയും പോലെ അല്ലെങ്കിൽ തമിഴ് പറയും പോലെ മറ്റൊരു ഭാഷ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അറബി ആണെങ്കിലും നമുക്ക് അത്രയും വർഷം എടുക്കില്ല. ഞാൻ 5 വർഷമാണ് സൗദി അറേബ്യയിൽ ഇരുന്നത്. 5-5.5 വർഷമാണ് സൗദി അറേബ്യയിൽ ഇരുന്നത്. ആ സൗദി അറേബ്യയിൽ ഇരുന്നത് കൊണ്ടുള്ള അറബി ഏകദേശം നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള അറബിയൊക്കെ നമുക്ക് അറിയാം. ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ എന്തെങ്കിലും നിർത്തി പൊരിക്കാവോ എന്ന് ചോദിച്ചിട്ട് കമന്റ്സോ മെസ്സേജോ ഇഷ്ടംപോലെ ആളുകൾ ഇഷ്ടംപോലെ കമന്റ് അടിക്കും. പിന്നെ പന്നിനെയൊക്കെ പൊരിക്കാൻ വേണ്ടി പന്നി പിന്നെ നമുക്ക് നമ്മുടെ ഇതിൽ പറ്റില്ലല്ലോ, എങ്കിലും നമ്മൾ ട്രൈ ചെയ്യും. ആളുകളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അങ്ങനെ ചന്തുവിനെ തോൽപ്പിക്കാൻ അല്ല, ഓരോ ആളുകളുടെ സംസ്കാരം. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ചൈനയിൽ പോയപ്പോ ചൈനയിൽ പല പ്രൊവിൻസിലും പല രീതിയിലുള്ള ആളുകൾ. നമ്മളവിടെ ചൈനക്കാരെല്ലാം കഴിക്കുന്നത് അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഒരു രാജ്യങ്ങളിൽ പോകുമ്പോഴാണ് നമ്മളത് മനസ്സിലാവുക. ചൈനയിലും ഈ പാമ്പിനെ ഭക്ഷിക്കാത്ത സ്ഥലങ്ങളുണ്ട് പല പ്രൊവിൻസിലും. ഇപ്പൊ നമ്മുടെ നാഗാലാൻഡിൽ പട്ടി കഴിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ നമ്മൾ കഴിക്കുമോ? ഇല്ല. അപ്പം നമ്മൾ ഒരു രാജ്യത്തിൽ മൊത്തം ആളുകളെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. പിന്നെ ഓരോ സംസ്കാരം, ഓരോ സംസ്കാരത്തിന് മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അത് ഓരോ മതത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ സംസ്കാരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാനിപ്പോൾ പന്നിനെ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ചെയ്യുന്ന കാര്യം എനിക്ക് ഞാൻ വേറെ രീതികൾ ഇതിന് കണ്ടിട്ടുണ്ട്. അതും നമ്മൾ വിടില്ല. പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഇപ്പൊ യൂട്യൂബ് തുടങ്ങുന്നതിന് മുൻപും ചിലപ്പോൾ ആളുകൾ പറയാം നിനക്കിത് നിന്നെക്കൊണ്ട് ഇത് പറ്റില്ല, ഇപ്പൊ പറയുന്ന പോലുള്ള കമന്റ്സ് ചിലപ്പോൾ അന്നും കേൾക്കാം. അന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണത്. അതുപോലെ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂട്യൂബിനകത്ത് വരുന്നതിന് മുന്നേ ഞാൻ വളരെ ചെറുപ്പത്തിൽ ഒരുപാട് ബിസിനസ് ചെയ്തിട്ടുള്ള ആളാണ്. എത്ര ബിസിനസ് ചെയ്തു? ഞാൻ ഈ പച്ചക്കറിയില്ലേ 4 ചക്രമുള്ള വണ്ടി ഉണ്ട്, അതിൽ വെച്ച് തള്ളി നടന്ന് ബിസിനസ് ചെയ്ത ആളാണ്. മുന്തി ഞാൻ എലപ്പുള്ളി പഞ്ചായത്ത് മുഴുവൻ കറങ്ങി നടന്ന് അങ്ങനെ ഒരു ബിസിനസ് ആയിരുന്നു എന്റെ ശരിക്കും. പിന്നെ ഇങ്ങനെ വഴിമാറി വന്നപ്പോ ഇതിലേക്ക് പോയത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വെച്ചത് അങ്ങനെ പല ബിസിനസ്. ഞാൻ ഇ കൊമേഴ്സ് തുടങ്ങിയിട്ട് 2014 ഞാൻ 2014 വീണ്ടും ഇതിലേക്ക് വരാനുള്ള കാരണം പറഞ്ഞാൽ ഞാൻ ഇ കൊമേഴ്സ് സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇ കൊമേഴ്സ് ബിസിനസ് നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോണിന്റെ ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ട് ഞാൻ അൺബ്രാൻഡ് ആയിട്ടുള്ള ബ്രാൻഡ് അല്ലാത്ത ഷൂകൾ ഏകദേശം 499 റുപ്പീസിന് അഫോർഡബിൾ പ്രൈസിന് ഞാൻ ഇന്ത്യ മുഴുവൻ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിറ്റിട്ടുണ്ട്. പിന്നെ സെയിൽ ടാക്സ് പല പ്രശ്നങ്ങളെ കൊണ്ട് ഞാൻ നിർത്തിയതാണ്. അങ്ങനെ അതിൽ എനിക്ക് കുറച്ച് പൈസ നഷ്ടമായിട്ടുണ്ടായിരുന്നു. ആ നഷ്ടം തിരിച്ചു പിടിക്കാനാണ് വീണ്ടും ഞാൻ യൂട്യൂബിലേക്ക് ആക്റ്റീവ് ആയത്. മനസ്സിലായി? അങ്ങനെ ആ നഷ്ടം ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്റെ മനസ്സിൽ എന്നെ അറിയപ്പെടുന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു, ആളുകൾ അറിയപ്പെടുന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. ബിസിനസ് ആയിരുന്നു എന്റെ ശരിക്കും ഉള്ള ഹോബി. പല ബിസിനസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഹെൽമെറ്റ് വിറ്റിട്ടുണ്ട്, കോയമ്പത്തൂർ റോഡ് സൈഡ് ഹെൽമെറ്റ് ഇട്ടിട്ട് ഞാൻ വിറ്റിട്ടുണ്ട്. അങ്ങനെ കുറെ ചരിത്രങ്ങളുണ്ട് എന്റെ പുറകില്, നമ്മൾ അറിയാത്ത കുറെ കഥകളുണ്ട് എന്നൊക്കെ.